ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ചെയ്യാൻ പോണത് പ്ലാനർ ബുക്ക് മേക്കിംഗ് ആട്ടോ. എൻ്റെ അടുത്തൊരു പഴയ ബുക്ക് ഉണ്ടായിരുന്നു, അതിൽ അത്യാവശ്യം കുറച്ച് പേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചതൊരു പ്ലാനർ ബുക്ക് ആക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ന്യൂ ഇയർ അല്ലേ വരാൻ പോണത്, അപ്പോൾ ഞാൻ പ്ലാനർ ആക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ഒരു ബുക്കും പിന്നെ ചാർട്ട് പേപ്പറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പർ കൊടുക്കാം. ഞാൻ ഇവിടെ ചാർട്ട് പേപ്പർ എടുത്തിട്ടുള്ളത്, വൈറ്റ് ചാർട്ട് പേപ്പർ. എന്നതിന് ശേഷം നമ്മൾ ബുക്കൊക്കെ പൊതിയൂലേ, അതുപോലെ തന്നെ നമുക്കൊന്ന് പൊതിഞ്ഞു കൊടുക്കാം. എന്നതിന് ശേഷം രണ്ട് സൈഡിലും ഈ ഒരു ബുക്കിൻ്റെ ചട്ട പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആദ്യം അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു പശ എടുത്തിട്ട്, ഞാൻ അപ്പോൾ അങ്ങനെ ക്രാഫ്റ്റ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് പശ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ളൊരു ചെറിയൊരു പശൻ്റെ കുപ്പിയായിട്ട് ഞാൻ പശ തേക്കുന്നുണ്ട് രണ്ട് സൈഡിലും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാപ്ലയറും എടുക്കുക. ഞാൻ കുറച്ച് വൃത്തിയാവാൻ വേണ്ടിയിട്ട് പശയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിതിങ്ങനെ ഒട്ടിച്ച് വെക്കാം കേട്ടോ രണ്ടും. ഇനിയിപ്പോൾ നമുക്ക് രണ്ട് സൈഡ് ഒട്ടിച്ചെടുക്കണം. രണ്ട് സൈഡും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഒരു കട്ട് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് പശ തേക്കാൻ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പ്ലാനറൊക്കെ ന്യൂ ഇയർ അല്ല, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് ശേഷം ഈ സൈഡ് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ രണ്ട് സൈഡും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ഒരു പേജ് എടുത്തുകൊണ്ട് അവിടെ പശ ഒന്ന് തേച്ച് കൊടുക്കുക. നമുക്ക് ഒന്ന് ഔട്ട്ലൈനായിട്ട് ഇങ്ങനെ പശ തേച്ച് കൊടുക്കുക. ഇതിന് ശേഷം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാനാട്ടോ. അപ്പോൾ നമ്മൾ ഈ പശയിട്ട് മറ്റേ ഭാഗം ഒട്ടിച്ച് നമുക്ക് കാണൂല. അതിന് ശേഷം ഈ ഒരു പേപ്പറുണ്ട് ഇപ്പുറത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡ് ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഒന്ന് ഫുള്ളൊന്ന് നോക്കാം. ഇത് പൊന്തിക്കണ പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കനുള്ള എന്തെങ്കിലും സംഭവം അതിമ ഒന്ന് വെച്ചാൽ മതി, അപ്പോൾ അത് താന്ന് പോയിക്കോളും. ഇനി അടുത്ത് പെയിൻറ്റിങ് ആണ്. ഇതാണ് കുറച്ച് ടാസ്ക് ആയിട്ടുള്ളത്. ഞാൻ ആദ്യം ഒരു ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ക്ലേ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ട്രിങ്കറ്റ് ഡിഷ് എടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം നമുക്കൊരു വൈറ്റ് റെഡ് കളറ്, നിങ്ങൾക്ക് എന്ത് കളറാണെങ്കിലും ചൂസ് ചെയ്യാം. ഞാൻ അവിടെ വൈറ്റും റെഡും ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പിങ്ക് കളറാട്ടോ. അപ്പോൾ കുറച്ച് വൈറ്റും പിന്നെ ഇച്ചിരി റെഡും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ശേഷം നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ മിക്സ് ചെയ്തപ്പോൾ ഒരു പിങ്ക് കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വരക്കുമ്പോൾ കുറച്ച് തോനെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഞാൻ കുറച്ചുണ്ടാക്കിയിട്ട് പകുതി എത്തുമ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ഈ കളർ തന്നെ കിട്ടുമെന്ന് വരില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ ഫുള്ള് ലൈൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഈ ഭാഗമാണ് ഇഷ്ടപ്പെട്ടത്, പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഭാഗം ഫ്രണ്ടാക്കാമെന്നുള്ളതായിരുന്നു. പിന്നെ ഞാൻ ഈ ഭാഗം നല്ല വൃത്തിയിലായപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാക്കാമെന്ന്. നമുക്ക് ഒരു പേപ്പറിൽ പ്ലാനറിന്ന് ഒന്ന് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പ്ലാനറിന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ബുക്കാണെങ്കിലും ആക്കാം. ജേർണൽ ബുക്കാണെങ്കിൽ ജേർണൽ ബുക്ക് ആക്കാം, എന്ത് ബുക്കാണെങ്കിലും ആക്കാം. എന്നതിന് ശേഷം അതൊന്ന് നമുക്ക് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ കവായ് സ്റ്റിക്കർ എടുക്കുന്നുണ്ട്. ഒരു പിങ്ക് കളറ് കവായ് സ്റ്റിക്കറാണ്. എന്നതിന് ശേഷം ഞാൻ കുറേ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോം മെയ്ഡായിട്ട് ഉള്ള സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള സ്റ്റിക്കേഴ്സ് ഫുൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ ബൈ.